പ്രിയമുള്ളവരെ, പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, എങ്കിലും പറഞ്ഞു പോവുകയാണ്. സിനിമാ നിർമ്മാതാവും അഭിനേതാവും ഒക്കെയായ ശ്രീ സുരേഷ് കുമാർ ജിയോടാണ് മലയാള സിനിമ ന്യൂസ് എന്ന ഈ കൊച്ചു ചാനലിന് ഒന്നേ പറയാനുള്ളൂ. കിട്ടേണ്ടത് കിട്ടിയല്ലോ, സമാധാനമായല്ലോ, വീട്ടിൽ പോകാമല്ലോ അല്ലേ? അല്ലെങ്കിൽ ചൊറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാണോ ആപ്റ്റായ ഡയലോഗ്? ഏതായാലും ആദ്യം വിനായകൻ തുടങ്ങി, അത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവരോട് ഒന്നുകൂടി പറയാം. നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയ പ്രസ് മീറ്റിനിടയിൽ നടന്മാർ സിനിമ നിർമ്മിക്കുന്നതിനെതിരെ സുരേഷ് കുമാർ ജി വളരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. സിനിമാ നടന്മാർ സിനിമ നിർമ്മിച്ചാൽ അത് തടയുമെന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ താൻ പോയി തൻ്റെ പണി നോക്ക്, ഞാനൊരു സിനിമാ നടനാണ്, ഞാൻ സിനിമ നിർമ്മിക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും, അത് പ്രദർശിപ്പിക്കുകയും ചെയ്യും, ഇത് ഇന്ത്യയാണ്, ജയ് ഹിന്ദ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുപോട്ടെ, ഇന്ന് ആന്റണി പെരുമ്പാവൂർ വക ഫേസ്ബുക്ക് പോസ്റ്റ് അത് എല്ലാ സിനിമാ താരങ്ങളും ഷെയർ ചെയ്തിരിക്കുന്നു. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ്, ചെമ്പൻ വിനോദ് ജോസ് എന്നു വേണ്ട ഒട്ടുമിക്ക താരങ്ങളും ഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെയർ ചെയ്യുക മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്ത് ചില വാക്കുകളും അവർ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് എഴുതിയിരിക്കുന്നത്. സുരേഷ് കുമാർ ജിക്ക് കുറച്ച് ധാർഷ്ട്യം കൂടുതലായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കമന്റ്. അദ്ദേഹം ഇപ്പോഴും താൻ വലിയ ആളാണ് എന്ന ഭാവത്തിൽ തമ്പുരാൻ കളിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ആന്റണി ചേട്ടൻ്റെ കുറിപ്പിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം, കാരണം അത് വായിക്കാനിരുന്നാൽ ഇന്ന് തീരുകയില്ല, ഒരുപാടുണ്ട്. കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമ വ്യവസായത്തെ പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ ചില തുറന്നു പറച്ചിലുകളെ പറ്റി ചിലത് എനിക്കും പറയുവാനുണ്ട്. അതുകൊണ്ടാണ് ഈ കുറിപ്പ്. ഒരു ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നത് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുവാനും പിന്തുണയ്ക്കുവാനും സാധിക്കൂ. അതായത് സുരേഷ് കുമാർ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രസക്തമായ രണ്ട് ഭാഗങ്ങൾ. സിനിമ 100 കോടി, 500 കോടി, 200 കോടി, 50 കോടിയൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണ്, അത് ഗ്രോസ് കളക്ഷൻ തന്നെയാണ്, അല്ലാതെ നിർമ്മാതാവിന് കിട്ടുന്ന അറ്റാദായമല്ല ഇത് സൂചിപ്പിക്കുന്നതെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. മറ്റൊന്ന്, ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് അതിന് ആരാണ് അധികാരം നൽകിയത്? അദ്ദേഹത്തിന് ഇതിന് അധികാരമൊന്നുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വിശദമായ പോസ്റ്റാണ്, വിശദമായി വായിക്കുന്നില്ല. ഇത്രയും സംഘടനാപരമായിട്ടുള്ളത് ഇനി വ്യക്തിപരമായുള്ള ചിലത് കൂടിയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം സുരേഷ് കുമാർ സംസാരിച്ചതിന്റെ ഔചിത്യബോധം എന്തെന്ന് ഇത്രയും ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്ത ഒരു സിനിമയുടെ ചെലവിനെ പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ സിനിമകളുടെ ബഡ്ജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല. എൻ്റെ ബിസിനസ്സുകളെ കുറിച്ചും ആ നിലയ്ക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചത്. ഇതൊന്നും അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ, നെഗറ്റീവാക്കി പറഞ്ഞതാണോ എന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണോ എന്നും എനിക്കറിയില്ല. എമ്പുരാനെ പറ്റി പറയാൻ അദ്ദേഹത്തിന് യാതൊരു അധികാരമില്ല. അദ്ദേഹത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഏതായാലും നല്ലൊരു വിവാദത്തിനാണ് ആന്റണി പെരുമ്പാവൂർ തിരികൊളുത്തിയിരിക്കുന്നത്.